ഹലോ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പോസ്റ്റ് കൊളോണിയൽ ലിറ്ററേച്ചർ ഇൻ ഇംഗ്ലീഷ് ഫിഫ്ത്ത് സെമ്മിലെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനാണ്. ഈ വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സോ ദാറ്റ്സ് ഇറ്റ്, നമുക്ക് നോക്കാം. 40 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. എസ്സേക്ക് 8 മാർക്സ് ആണ്. ഫസ്റ്റത്തെ മൊഡ്യൂളിൽ നിന്നും സെക്കൻഡത്തെ മൊഡ്യൂളിൽ നിന്നും ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് ചോദിക്കുന്നുള്ളത്. ഇതിൽ ചോദിച്ചിട്ടുള്ളത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ, അനലൈസ് ദ ചീഫ് മോട്ടീവ്സ് ഓഫ് എംപയർ. ഇത് പ്രൊട്ടസ്റ്റൻറ്റ്, കമേഴ്ഷ്യൽ, മാരിടൈം ആൻഡ് ഫ്രീ, സം മോട്ടീവ്സ് ഓഫ് എംപയർ, ഈ ഒരു ടോപ്പിക്കാണ്. നമുക്ക് ഈ ഒരു ടോപ്പിക്ക് നോക്കാം. ഈ ഒരു ബ്രിട്ടീഷ് എംപയറിൻ്റെ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് എന്തിലേക്ക് സ്ട്രോങ് ആയിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട്? ഈ ഒരു 4 ഫോൾഡ് കൺസെപ്ഷനായ പ്രൊട്ടസ്റ്റൻറ്റ്, കമേഴ്ഷ്യൽ, മാരിടൈം ആൻഡ് ഫ്രീ. ഈ ഒരു 4 കൺസെപ്റ്റിലേക്ക് ഈ ഒരു ബ്രിട്ടീഷ് എംപയർ എന്ന് പറയുന്ന ആ ഒരു ടേം സ്ട്രോങ്ലി കണക്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഇൻ്റർ കണക്റ്റഡ് ആയിട്ടുള്ള ഈ ഒരു എലമെൻറ്റ്സ് ഈ ഒരു ബ്രിട്ടീഷ് എംപയറിൻ്റെ ട്രുത്ത്സ് നമുക്ക് റിഫ്ലക്റ്റ് ചെയ്തിട്ട് കാണിക്കുന്നുണ്ട്. ആസ് വി നോ, ഈ ഒരു എംപയർ എങ്ങനെയാണ് എമേർജ് ചെയ്തിട്ടുള്ളത്, ഏതൊരു പീരീഡിൽ നിന്നാണ്? ഈ ഒരു പ്രൊട്ടസ്റ്റൻറ്റ് റിഫോർമേഷൻ ആ ഒരു പീരീഡിൽ നിന്നാണ് ഈ ഒരു എംപയർ എന്ന് പറയുന്ന ഒരു സംഭവം എമേർജ് ചെയ്തിട്ട് വന്നിട്ടുള്ളത്. ദിസ് വാസ് ഇൻഎവിറ്റബിളി ലിങ്ക്ഡ് ടു ആൻറ്റി കാത്തോലിസം. ഈ ഒരു ആൻറ്റി കാത്തോലിസം ആ ഒരു സൊസൈറ്റിയിലും ഫോറിൻ അഫയേഴ്സിലും ലിങ്ക് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ജിയോ പൊളിറ്റിക്കൽ കോമ്പറ്റീഷൻ വിത്ത് പോർച്ചുഗൽ, സ്പെയിൻ ആൻഡ് ഫ്രാൻസ്, ഇതൊക്കെ ബ്രിട്ടൻ്റെ കൊളോണിയൽ എക്സ്പാൻഷനുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ട് അക്രോസ് ദ അറ്റ്ലാന്റിക്, കരീബിയൻ ആസ് വെൽ ആസ് ഇൻ ഇന്ത്യ. ഓക്കെ, the pursuit of trade and economic gain. ഈ ഒരു ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ അതുപോലെ തന്നെ ക്ലോസ് ഇൻ്ററാക്ഷനിലൂടെ ബ്രിട്ടീഷ് എംപയർ എന്തായിട്ട് മാറി? ഒരു ലാർജ് പാർട്ട് ഓഫ് ഹിസ്റ്ററി ആയിട്ട് മാറി. ആൻഡ് ദ ബിഗ്ഗസ്റ്റ് ആൻഡ് ദ മോസ്റ്റ് സക്സസ്ഫുൾ നെറ്റ്വർക്ക് ഇൻ ദ വേൾഡ്. ഓക്കെ, ദെൻ ഈ ഒരു പോർച്ചുഗലും സ്പെയിനും എന്ത് ലെഡ് ചെയ്തു? ദേ ഹാവ് ലെഡ് ദ വേ ഇൻ മാരിടൈം നാവിഗേഷൻ, എക്സ്പ്ലോറേഷൻ ആൻഡ് അതുപോലെ തന്നെ എംപയർ ബിൽഡിംഗ് ഇൻ ദ 15th ആൻഡ് ഇൻ ദ 16th centuries. അങ്ങനെ ബ്രിട്ടൻ, ഈ ഒരു ബ്രിട്ടൻ എന്ന് പറയുന്നത് ഇറ്റ് ഹാഡ് ഗ്രാജ്വലി ഓവർടേക്കൺ. ഓക്കെ, ഈ ഒരു 4 ഫോൾഡ് കൺസെപ്ഷനായ പ്രൊട്ടസ്റ്റൻറ്റ്, കമേഴ്ഷ്യൽ, മാരിടൈം ആൻഡ് ഫ്രീ, ഈ ഒരു ടേം, ഈ ഒരു കൺസെപ്റ്റ് ഒരു പാരഡോക്സിക്കൽ പാർട്ടായിട്ട് മാറി. ദാറ്റ് എന്ത് കൊടുത്തു? ഈ ഒരു എംപയർ എന്ന് പറയുന്ന ഈ ഒരു സംഭവത്തിന് ഒരു അണ്ടർലൈനിങ് മീനിങ് കൊടുത്തിട്ടുണ്ട്. ദാറ്റ് ഈസ് ദ പവർ ആൻഡ് റൂൾ ഓവർ അതേഴ്സ്. ആരെയും റൂൾ ചെയ്യാനുള്ള ആ ഒരു പവർ അവർക്ക് കിട്ടി. എന്തെന്നാണ് പറയുന്നുള്ളത്? ബ്രിട്ടൻസ് പാർലമെൻറ്റ് വാസ് എ പോട്ടൻറ്റ് സിമ്പിൾ ഓഫ് ഫ്രീഡം വിത്തിൻ ദ എംപയർ. ഇതാണ് പ്രൊട്ടസ്റ്റൻറ്റ്, കമേഴ്ഷ്യൽ, മാരിടൈം ആൻഡ് ഫ്രീ ആൻഡ് സം മോട്ടീവ്സ് ഓഫ് എംപയർ. Okay. Next question, discuss what is meant by post-colonial literature. ഈ ഒരു പോസ്റ്റ് കൊളോണിയൽ ലിറ്ററേച്ചർ എന്ന് പറയുന്ന ഒരു ഡൈവേഴ്സ് ആയിട്ടുള്ള ഒരു ലിറ്ററേച്ചറാണ്. ഇതിൽ കൊളോണലൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാരുടെ ഇമോഷൻസും അവരുടെ റൈറ്റിങ്സും ഒക്കെയാണ് ഈ ഒരു പോസ്റ്റ് കൊളോണിയൽ ലിറ്ററേച്ചറിൽ നമുക്ക് കാണാൻ പറ്റുന്നുള്ളത്. മീൻസ് ഈ ഒരു കൊളോണൈസേഷൻ്റെ ടൈമിൽ അവർ അനുഭവപ്പെട്ട ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇമോഷൻസ് ഒക്കെയാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. ഈ ഒരു പോസ്റ്റ് കൊളോണിയൽ ലിറ്ററേച്ചറിൻ്റെ ഒരു കോമൺ എലമെൻ്റ് എന്ന് പറയുന്നത് ഈ ഒരു കൊളോണിയൽ ബാക്ക്ഗ്രൗണ്ട്, അതുപോലെ തന്നെ യൂസേജ് ഓഫ് കൊളോണൈസേഴ്സ് ലാംഗ്വേജ്, ഇംഗ്ലീഷ്, അതൊക്കെയാണ്. ഈ ഒരു പോസ്റ്റ് കൊളോണിയൽ ലിറ്ററേച്ചറിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് വർക്ക്സൊക്കെ കമ്പോസ് ചെയ്തിട്ടുള്ളത് ആ ഒരു പീരിയഡ് ഓഫ് കൊളോണലിസം ആ ഒരു പീരിയഡിലാണ്. ഇത് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് ഡിഫൈനിങ് ദ ഫീൽഡ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. Next one is write an essay in 250 words on one of the following. ഇതിലും 2 റീഡിങ്സ് ആണ് ചോദിച്ചിട്ടുള്ളത്. One is Weep Not Child and another one is Wild Sargasso Sea. വീപ്പ് നോട്ട് ചൈൽഡ് എഴുതിയത് നഗൂഗി വിയ ത്യാഗോ ആണ്. 1964 പബ്ലിഷ് ചെയ്തൊരു നോവലാണ്. ഇതെന്താണ് പറയുന്നുള്ളത്? ആ ഒരു ഇൻറ്ററാക്ഷൻ ബിറ്റ്വീൻ ദ ബ്രിട്ടീഷ് കൊളോണൈസേഷൻ ഇൻ കെന്യ ആൻഡ് ഇൻ ദ നേറ്റീവ് പീപ്പിൾ. ഈ ഒരു നോവൽ എന്ന് പറയുന്നത് ദിസ് ഈസ് ദ ഫസ്റ്റ് നോവൽ ഇൻ ഇംഗ്ലീഷ്, ഓക്കെ, ടു ബി പബ്ലിഷ്ഡ് ബൈ എ റൈറ്റർ ഫ്രം ഈസ്റ്റ് ആഫ്രിക്ക. ദിസ് ഈസ് ദ ഇമ്പോർട്ടൻറ്റ് തീംസ് ഓഫ് ദ വീപ്പ് നോട്ട് ചൈൽഡ്. ഈ ഒരു റീഡിങ്ങിൻ്റെ എക്സ്പ്ലനേഷൻ വേണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. നെക്സ്റ്റ് വൺ, വൈൽഡ് സർഗാസോ സീ. വൈൽഡ് സർഗാസോ സീ എഴുതിയത് ജീൻ റൈസ് ആണ്. 1966 ഇത് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഇതൊരു വെൽ റിസീവ്ഡ് വർക്ക് ഓഫ് ഫിക്ഷൻ കൂടിയാണ്.
സോ ഈ ഒരു നോവലിൽ ഇതിൻ്റെ മെയിൻ ക്യാരക്ടേഴ്സും തീംസും ഒക്കെ എടുത്തിട്ടുള്ളത് എഴുതിയ ജെയിൻ ഐരെ എന്ന് പറയുന്ന ഒരു നോവലിൽ നിന്നാണ്. സോ ദെൻ 4 മാർക്ക് ക്വസ്റ്റ്യൻസിലേക്കാണ് വരുന്നുള്ളത്. 6 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇതിൽ 4 ക്വസ്റ്റ്യൻസ് ആണ് അറ്റൻഡ് ചെയ്യേണ്ടത്. സോ ഫസ്റ്റ് വൺ ദ ഒറിജിൻ ഓഫ് ദ എംപയർ. സോ ഈ ഒരു ഒറിജിൻ ഓഫ് എംപയർ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്യുക. പ്രൊട്ടസ്റ്റന്റ് റിഫോർമേഷൻ ആൻഡ് ഇംഗ്ലീഷ് കൊളോണിയലിസം. സോ അതും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. മോട്ടീവ്സ് ഓഫ് എംപയറിൽ അതാണ് സെയിം ആണ് ഇതിൽ പറയുന്നുള്ളത്. സോ അതൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് എഴുതുക. നിയോ കൊളോണിയലിസം പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ പ്രാക്ടിക്സ് ഓഫ് യൂസിങ് എക്കണോമിക്സ്. ഒരു സ്ഥലത്തിൻ്റെ എക്കണോമിക്സും അവരെ കൾച്ചറൽ ഇമ്പീരിയലിസത്തിനൊക്കെ ഇൻഡയറക്റ്റ് ആയിട്ട് കൺട്രോൾ ചെയ്യുന്നതാണ് നിയോ കൊളോണിയലിസം. ഇതും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, നോക്കുക. ആൻഡ് കോളനീസ് ഓഫ് ബോത്ത് സെറ്റിൽമെൻറ്റ് ആൻഡ് റൂൾ. സോ ടൈപ്സ് ഓഫ് കോളനി എന്ന് പറയുന്ന ടോപ്പിക്കിലാണിത് പറയുന്നുള്ളത്. ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് ടൈപ്സ് ഓഫ് കോളനി എന്ന് പറയുന്ന ടോപ്പിക്കിൽ. പ്ലേലിസ്റ്റ് നോക്കിയാൽ മതി. നെക്സ്റ്റ് വൺ, ക്രിസ്ത്യൻ ഫ്രെയിം വർക്ക് ഓഫ് ഇൻഫ്ലുവൻസ് ഓൺ പോസ്റ്റ് കൊളോണിയൽ ലിറ്ററേച്ചർ. സോ ബ്രിട്ടീഷ് കൊളോണിയൽ ടെറിട്ടറീസിലെ എഡ്യൂക്കേഷനൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുള്ളത്, മച്ച് ഓഫ് ദ എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുള്ളത് ഈ ക്രിസ്ത്യൻ മിഷണറീസാണ്. അതുകൊണ്ട് തന്നെ അവരെ വർക്ക്സിലൂടെ നമുക്ക് ആ ഒരു ഇൻഫ്ലുവൻസ് കാണാൻ പറ്റുന്നുണ്ട്. ലൈക്ക് അവർ ബൈബിൾസിൻ്റെ ഇമാജിനറി, സ്റ്റോറീസ്, ലാംഗ്വേജ് അങ്ങനെയൊക്കെ എടുത്തിട്ടാണ് അവർ കുറേ വർക്ക്സും എഴുതിയിട്ടുള്ളത്. സോ ആ ഒരു ഇൻഫ്ലുവൻസ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ പോസ്റ്റ് കൊളോണിയൽ റൈറ്ററായ നഗോഗി വാ തിയാഗോൻ്റെ നോവൽസ് നമുക്കിത് കാണാൻ പറ്റും. സോ മോഡേണിസം, ക്രിസ്ത്യാനിറ്റി ആൻഡ് ദ ബൈബിളിൽ ഇതിനെക്കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. സോ അതൊന്ന് നോക്കുക. സോ മോസ്റ്റ്ലി ഇതിൽ വന്നിട്ടുള്ള എല്ലാ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സും ഓൾറെഡി നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് വൺ, അനലൈസ് ദ ലാംഗ്വേജ് യൂസ് ഇൻ കെൻസാരോ വിവാസ് സോസാബോയ്. സോ കെൻസാരോ വിവാസിൻ്റെ സോസാബോയ് എന്ന് പറയുന്ന ഒരു നോവൽ ഒരു എക്സ്പെരിമെൻ്റൽ ആയിട്ടുള്ള നോവലായിരുന്നു. ഇത് എന്ത് ലാംഗ്വേജിലാണ് എഴുതിയിട്ടുള്ളത്? റോട്ടൻ ഇംഗ്ലീഷ്. സോ സാരോവിവ എങ്ങനെയാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നുള്ളത് അവൻ്റെ ലാംഗ്വേജ്? ആസ് എ ഡിസ്ഓർഡർലി മിക്സ്ചർ ഓഫ് നൈജീരിയൻ പിഡ്ജിൻ ഇംഗ്ലീഷ്, ബ്രോക്കൻ ഇംഗ്ലീഷ് ആൻഡ് ഐഡിയോമാറ്റിക് ഇംഗ്ലീഷ്. സോ ഇതിൻ്റെയൊക്കെ മിക്സ്ചർ ആയിട്ടുള്ളതാണ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. ഇതൊക്കെ മിക്സ്ചർ ആയിട്ടുള്ള ലാംഗ്വേജ് ആണ് കെൻസാരോ വിവാൻ്റെ ലാംഗ്വേജ്. സോ ഇതെന്ത് മാർക്ക് ചെയ്യുന്നുണ്ട്? ഇറ്റ് ഈസ് മാർക്കഡ് ആസ് ഹൈബ്രിഡ് ഫോം ഓഫ് ഇംഗ്ലീഷ്. സോ അതുകൊണ്ട് തന്നെ ക്രിട്ടിക്കായ വില്യം ബോയ്ഡ് ഈ ഒരു നോവലിന് കമൻറ്റ് ചെയ്യുന്നുണ്ട്, ലാംഗ്വേജിനെയാണ് കമൻറ്റ് ചെയ്യുന്നുള്ളത്. ദാറ്റ് ദ നോവൽ ഈസ് എ യൂണിക്യൂ ലിറ്റററി കൺസ്ട്രക്റ്റ്. പറയുന്നുണ്ട് നൈജീരിയയിലത്തെ ആൾക്കാർ ആക്ച്വലി ഇങ്ങനെ സ്പീക്ക് ചെയ്യുകയോ ഇങ്ങനെ എഴുതാറോ ഇല്ല. സോ ഈ ഒരു സ്റ്റൈൽ എന്ന് പറയുന്നത് നമുക്കൊരു ഐഡിയ കിട്ടുന്നുണ്ട്, എങ്ങനെയാണ് ഒരു ഓർഡിനറി ആയിട്ടുള്ള പീപ്പിൾ സംസാരിക്കുക എന്ന് പറയുന്ന ആ ഒരു ഐഡിയ നമുക്കിതിലൂടെ കിട്ടുന്നുണ്ടെന്നാണ് ക്രിട്ടിക്കായ വില്യം ബോയ്ഡ് ഇതിനെക്കുറിച്ചിട്ട് പറയുന്നത്. സോ 4 മാർക്ക് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്ത് ദെൻ വി ആർ മൂവിങ് ടു 1 മാർക്ക് ക്വസ്റ്റ്യൻസ്. 1 മാർക്ക് ക്വസ്റ്റ്യൻസിൽ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 1 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ വിച്ച് ഇയർ ഡിഡ് ലോർഡ് കേഴ്സൺ ഇഷ്യൂ ദ ഓർഡർ ടു പാർട്ടീഷൻ ബംഗാൾ? ആൻസർ 1905. Second one, what is the difference between the first and the second British rule? Answer is settlement or direct rule towards colony. Third one, what does the prefix post in post-colonial mean? So the answer, the prefix എന്താണ്? It referring to a time after colonialism. So ഇത് after colonialismത്തിന് റെഫർ ആക്കുന്ന ഒരു ടേമാണ് പോസ്റ്റ് കൊളോണിയൽ. Next one, how did Bill Ashcroft, Gareth Griffiths and Helen Tiffin justify the usage post-colonial? So ഈ 3 co-authors കൂടിയിട്ടാണ് ഈ ഒരു ടേം സെലക്ട് ചെയ്തിട്ടുള്ളത്. എന്തിനു വേണ്ടിയിട്ടാണ്? ടു ഡിഫൈൻ ദിസ് ഫീൽഡ് ഓഫ് സ്റ്റഡി. ഓക്കെ, സോ ഈ ഒരു ടേം എന്തിനെ എംബ്രേസസ് ചെയ്യുന്നുണ്ട്? ഹിസ്റ്റോറിക്കൽ റിയാലിറ്റി, അതുപോലെ തന്നെ കൊളോണിയൽ ബ്രൂട്ടാലിറ്റി. സോ അവർ പറയുന്നുണ്ട് ഈ ഒരു പോസ്റ്റ് കൊളോണിയൽ എന്ന് പറയുന്ന ഈ ഒരു ടേം ഇപ്പോഴും പ്രസൻ്റ്ലി നിൽക്കുന്നുണ്ട്, ഇതിനേക്കാളും നല്ലൊരു ടേം ഇപ്പോഴും വന്നിട്ടില്ല. ഓക്കെ, ഓഫ് ആൻ ആഫ്രിക്കൻ ഫാം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് പ്രിക്യൂസർ ഓഫ് മോഡേണിസം നോവലായിട്ടാണ് കാണുന്നുള്ളത്. ആൻഡ് ഓൾസോ ഇതിനൊരു ഏർലി പോസ്റ്റ് കൊളോണിയൽ നോവൽസ് ആയിട്ടും കൺസിഡർ ചെയ്യുന്നുണ്ട്. സോ ഈ ഒരു സ്റ്റോറി ഇറ്റ് ഈസ് മെയിൻലി സെറ്റ് ഓൺ ദ ഹൈക്കാരു ഓഫ് ദ ഈസ്റ്റേൺ കേപ്പ് ഇൻ സൗത്ത് ആഫ്രിക്ക. സോ ഇതെന്താണ് പറയുന്നുള്ളത്?
സോ ഈ ഒരു നോവൽ പോർട്രേ ചെയ്യുന്നുള്ളത് ഏർലി യൂറോപ്യൻസ് അഥവാ ബോസ് ദേ ഹാവ് സെറ്റിൽഡ് ഇൻ സദേൺ കോസ്റ്റ് ഓഫ് ആഫ്രിക്ക. സോ ആ ഒരു ഇതിനെക്കുറിച്ചിട്ടാണ് പറയുന്നുള്ളത്. ഇതിലെന്താണ് റിഫ്ലക്റ്റ് ചെയ്യുന്നുള്ളത്? കൊളോണിയൽ കോൺഷ്യസ്നെസ് അഥവാ എൻസ്ട്രേഞ്ച്മെൻറ്റ് ഫ്രം ദ ലാൻഡ്. സോ അതാണ് ഡിസ്കസ് ചെയ്യുന്നുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഗിവ് 2 examples to writing back to the canon from Caribbean literature. Answer, first one is Chinua Achebe's novel Things Fall Apart, and Peter Horminde Colonial Encounters, Europe and the Native Caribbean. So next one, what does Helen Tiffin mean by the statement that post-colonial cultures are inevitably hybridized? സോ ഹൈബ്രിഡിറ്റി എന്ന് പറയുന്നത് ഒരു മേജർ ഫീച്ചർ ഓഫ് പോസ്റ്റ് കൊളോണിയൽ റൈറ്റിംഗ്സ് ആണ്. സോ ഇറ്റ് റെഫറിങ് ടു എ ക്രോസ് കൾച്ചർ അഥവാ എക്സ്ചേഞ്ച് ഓർ മിക്സിംഗ് ഓഫ് ഈസ്റ്റേൺ ആൻഡ് ദ വെസ്റ്റേൺ കൾച്ചർ. ഓക്കെ, സോ എന്താണ് ഈ ഒരു ഹൈബ്രിഡൈസിങ് പ്രോസസ്സ് എന്ന് പറയുന്നത്? ഫസ്റ്റ് റീഡേഴ്സ് ആർ ഇനീഷ്യലി ദേ ആർ കൺഫ്യൂസ്ഡ് ആൻഡ് ദേ ആർ ഫെയിലർ ടു അണ്ടർസ്റ്റാൻഡ് ദ റിയൽ മീനിങ് ഓർ ദ കൺസെപ്റ്റ്സ് ഓർ ദ സെൻസ് ഓഫ് ദ ഇൻറ്റൻഡഡ് ബൈ ദ ഓത്തർ. ബിക്കോസ് ഈ ഒരു റീഡേഴ്സിന് മേ ബി അവരുടെ ലാംഗ്വേജ് മനസ്സിലാകുന്നുണ്ടാവില്ല. ഓക്കെ, സോ ഈ ഒരു ഹൈബ്രിഡ് നേച്ചർ ഓഫ് ദീസ് വർക്ക്സ് ഇറ്റ് മേക്സ് എ വെരി ഡിസ്റ്റിങ്റ്റീവ് ആൻഡ് ഡിഫറെൻറ്റ് ഫ്രം ദ ഹോം ഗ്രോൺ റൈറ്റിംഗ് ഇൻ ഇംഗ്ലീഷ്. സോ ദാറ്റ് ഈസ് വാട്ട് ഹി മെൻറ്റ്. ഓക്കെ, next one, from which work does Chinua Achebe take the title No Longer at Ease? So the answer, T.S. Eliot എഴുതിയ ദ ജേർണി ഓഫ് ദ മാഗി എന്ന് പറയുന്ന ഒരു പോയത്തിൽ നിന്നാണ് ഈ ഒരു ടൈറ്റിൽ എടുത്തിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് വൺ, വാട്ട് ആർ സോയിങ്കാസ് ഒബ്സർവേഷൻസ് ഓൺ Amos Tutuola's The Palm Wine Drinkard? ആൻസർ, സോ ഈ ക്രാഫ്റ്റഡ് വൺ ആണെന്നാണ് പറയുന്നത്. ആൻഡ് so this is Soyinka's observation on Amos Tutuola's Palm Wine Drinkard. സോ പ്രീവിയസ് ഇയറിൽ 1 മാർക്ക് ക്വസ്റ്റ്യൻസ് നമ്മൾ കവർ ചെയ്തു. ദെൻ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 1 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത്. സോ വിച്ച് നോവൽ ഇനാഗുറേറ്റഡ് പോസ്റ്റ് കൊളോണിയൽ ട്രഡീഷൻ ഓഫ് റൈറ്റിംഗ് ബാക്ക്? ആൻസർ, Chinua Achebe's Things Fall Apart. Next one, who describes post-colonial literature as a field of post-colonial counter-discourse? Answer, Helen Tiffin. When did post-colonial literature begin as an academic study? Answer, during the 1960s. Which colonies comes under the colonies of rule? Answer, India, Africa, Pakistan and Bangladesh. Next one, which colonies comes under settlement? Answer, America, Canada, Australia, New Zealand. The authors of The Empire Writes Back to the Center. Answer, Bill Ashcroft, Gareth Griffiths and Helen Tiffin. സോ ഈ ഒരു വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ ടോപ്പിക്സും ഈ ഒരു പോസ്റ്റ് കൊളോണിയലിൻ്റെ പ്ലേലിസ്റ്റിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ കാണുക. സോ താങ്ക് യു.